കുട്ടിക്കലാശ ദിവസമാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത്. ഒരു മാസത്തിലധികം നീണ്ട തെരഞ്ഞെടുപ്പ് ആവേശം, പ്രചരണം അതെല്ലാമാണ് ഇന്നിപ്പോൾ അതിന്റെ അവസാന ദിനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്ത്, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി വി ജോയ്ക്കൊപ്പമാണ്. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഇന്നത്തെ പ്രചരണ പരിപാടികൾ, അവസാന ദിവസത്തെ എന്താണ് പരിപാടി എന്നുള്ളതാണ് പ്രധാനമായും ചോദിച്ചറിയാനുള്ളത്. ഒരു മാസത്തിലധികമായി നീണ്ട ഒരു പ്രചരണത്തിനാണ് ഇന്നിപ്പോൾ സമാപനമാകുന്നത്. ഇന്നത്തെ പ്രധാന പരിപാടികൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇന്നിപ്പോൾ രാവിലെ വിട്ടുപോയ ചില സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അവിടങ്ങളിലേക്ക് ഒന്ന് പോവുക. അത് രാവിലെ, അത് കഴിഞ്ഞാൽ പിന്നെ വ്യക്തികളെ ഒന്ന് കാണുക. ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി കലാശക്കൂട്ട് ആറ്റിങ്ങലിലാണ്, അവിടെയാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന ഒരു പ്രചരണം. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ അവസാന ദിവസം വരെയും വലിയൊരു മേൽക്കൈ ഇടതുപക്ഷത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രചരണ രംഗത്ത് എന്നുള്ളതാണോ നിലവിലുള്ളൊരു വിലയിരുത്തൽ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഒരു മെച്ചപ്പെട്ട നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നമുക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ എങ്ങനെയായിരുന്നു ഈ സ്ഥാനാർത്ഥി പര്യടനത്തിലൊക്കെ ഈ മണ്ഡലത്തിലെ ഓരോ കോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നൊരു സ്വീകരണമൊക്കെ? എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊരു 2000-ഓളം സ്വീകരണം 21 ദിവസമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10,000 ലക്ഷങ്ങളെ നേരിട്ട് അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളുമായിട്ട് ബന്ധപ്പെടാനും ആളുകളുമായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ചില വിവാദങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ. വോട്ട് കച്ചവടം, അതുപോലെ തന്നെ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ LDFന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ വിജയസാധ്യതകളെ ബാധിക്കുന്നുണ്ടോ? അല്ല, അത് വ്യാപകമായിട്ട് അവർ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഞങ്ങളത് പിടിച്ചതാണ്. പിന്നെ ചില കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ആളുകളെ വിളിച്ചവിടെ വരുത്തി അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നൊരു രീതി ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ വിജയത്തെ ബാധിക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസാന ദിവസത്തെ ഒരു കോൺഫിഡൻസ് LDFൻ്റേത് ഏത് രീതിയിലാണ്? ഇല്ല, നന്നായിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ള നിലയിൽ തന്നെയാണ്, നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. തീർച്ചയായും മണ്ഡലം ഏതായാലും തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥി വി ജോയ് ഉള്ളത്. ഇന്നിപ്പോൾ അവസാന ദിവസം, ഇന്നിപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും പുറപ്പെടുകയാണ്. ഇവിടെ നിന്നും ബോണക്കാടെത്തി അവിടെയുള്ള കുറച്ച് തൊഴിലാളികളെയൊക്കെ കാണേണ്ടതുണ്ട്. അവസാനം, അതായത് ഇനി വിട്ടുപോയവരെയൊക്കെ ഒന്ന് അവസാന വട്ടത്തിൽ ഓട്ടത്തിൽ ഒന്ന് കണ്ടു തീർത്ത് പൂർത്തിയാക്കുക ഇന്നത്തെ ഈ കുട്ടിക്കലാശ ദിവസം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനുശേഷം 3 മണിയോടുകൂടി ആറ്റിങ്ങൽ ടൗണിൽ കലാശക്കൊട്ട്, ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെത് തീരുമാനിച്ചിരിക്കുന്നത്. അവിടേക്ക് എത്തുന്നതായിരിക്കും തുറന്ന വാഹനത്തിൽ. അവിടെയായിരിക്കും കുട്ടിക്കലാശം നടക്കുക. അതിനു മുൻപായി മറ്റു പരിപാടികളില്ല. ഈ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ കാണാനുള്ളവരെയൊക്കെ കണ്ടു തീർക്കുക അവസാനവട്ട ഓട്ടത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്.